മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഊർജിതമാക്കുന്നു. വൈറസ് വ്യാപനം രൂക്ഷമായ പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകൾക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിലും കടുത്ത നിയന്ത്രണങ്ങൾ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രോഗലക്ഷണങ്ങളുള്ളവർ കൃത്യമായി ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. മലപ്പുറം പോത്തുകല്ലിലും എടക്കരയിലും ഇപ്പോൾ വില്ലനാകുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. ശുദ്ധമല്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നതാണ് പ്രധാന പ്രശ്നം. ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രോഗം കൂടുതൽ പേരിലേക്ക് പകർന്നേക്കാം. ജാഗ്രത പാലിച്ചാൽ വൈറസിനെ അതിവേഗം തുരത്താനാകും. പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകളിലായി 2 മാസത്തിനുള്ളിൽ 152 പേർക്ക് രോഗബാധയുണ്ടായി. 2 പേർ മരിക്കുകയും ചെയ്തു. ഇതോടെയാണ് ആരോഗ്യവകുപ്പ് നിയന്ത്രണം കടുപ്പിക്കാൻ തീരുമാനിച്ചത്. എടക്കര, പോത്തുകല്ല് പഞ്ചായത്തുകൾ കൂടാതെ സമീപ പഞ്ചായത്തുകളിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രോഗബാധിത മേഖലകളിലെ ഹോട്ടലുകളുടെയും കൂൾബാറുകളുടെയും പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓടകളും പരിസരവും വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുകയെന്നും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ ഒരു കാരണവശാലും ഇവിടങ്ങളിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 38 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകയറി ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ സെൽ തുറന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി DMO വ്യക്തമാക്കി. കടുത്ത ചൂടാണ്. തണുത്ത പാനീയം കുടിക്കാൻ തോന്നിയാൽ തെറ്റു പറയാനാകില്ല. എന്നാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പടരുന്ന സാഹചര്യത്തിൽ കുടിക്കുന്ന പാനീയം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം അശാസ്ത്രീയ ചികിത്സയോട് നോ പറയുകയും വേണം. മലപ്പുറത്തു നിന്നും ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് 2 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ജാഗ്രത പാലിച്ചില്ലെങ്കിൽ സ്ഥിതി രൂക്ഷമാകുമെന്നാണ് ആരോഗ്യവകുപ്പ് ആശങ്കപ്പെടുന്നത്. സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ രോഗലക്ഷണമുള്ള ആളുകൾ ആശുപത്രികളെ സമീപിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കേൾക്കാം ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ള പ്രതികരണങ്ങൾ. ഈ നാട്ടിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൃത്യമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിന്റെ കാരണമാണ് ഇത്തരത്തിൽ ഈ രോഗം പടരാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രൂപത്തിലാണ് നിലമ്പൂർ നഗരസഭയിലടക്കം പോകുന്നതെങ്കിൽ ഈ 152 എന്നുള്ളത് 1000-ൽ പരം ആളുകൾക്ക് രോഗം പകരാനും വലിയ രൂക്ഷമായ സാഹചര്യം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഞ്ഞപ്പിത്തം ഒരു ഭാഗത്ത്, ഡെങ്കിപ്പനി ഒരു ഭാഗത്ത് വരാൻ പോകുന്നു. അതുപോലെ തന്നെ കൊതുകിൽ നിന്ന് മരിച്ചുകൊണ്ടുള്ള സാംക്രമിക രോഗങ്ങൾ വരുന്നു. എല്ലാ നിലയിലും ആരോഗ്യ കാര്യത്തിൽ വളരെ അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ്. വേനൽ അതിൻ്റെ ഭീകരമായ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂട് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷയാണെങ്കിൽ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും പരീക്ഷ ഉണ്ടാകുന്ന സമയമാണ്. ധാരാളം കുട്ടികളായാലും ആൾക്കാരാണെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടോ, ഐസ് വെള്ളമാണ് കുടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട് വലിയ ഒരു വിപത്തിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് അതായത് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ഇതിൽ എല്ലാ കൂൾബാറുകളും ഹോട്ടലുകളും കർശനമായ പരിശോധനകളും നടത്തിയിട്ട് വേണ്ട ബോധവൽക്കരണം നടത്തി അതിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. രാജേഷ് രാജൻ യൂട്യൂബിലൊരു സന്ദേശം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഏത് വിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങളാണെങ്കിലും സിദ്ധാർത്ഥിൻ്റെ കേസിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് പറയുന്നത്. അതിനുള്ള ജാഗ്രത എല്ലാവരും പ്രത്യേകിച്ച് കാണിക്കണം. 24 ഇതിൽ ജാഗ്രത പുലർത്തണമെന്നാണ് രാജേഷ് രാജൻ പറയുന്നത്. വിദ്യാർത്ഥി സംഘടനകളും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാകണമെന്നും രാജേഷ് രാജൻ അഭിപ്രായമുണ്ട്. യൂട്യൂബിൽ വന്ന മറ്റൊരു കമൻറ്റാണ് കുര്യൻ KJ പറയുന്നത്. 24 മേധാവിയെ സാറ് എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടാൽ അത് വായിക്കും. സാധാരണ ജനങ്ങളുടെ പട്ടിണി പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറയാൻ ധൈര്യമുണ്ടോ മേധാവി എന്നാണ് ചോദിക്കുന്നത്. KJ കുര്യൻ, താങ്കൾ അറിയേണ്ട ഒരു കാര്യം, സാറ് എന്നൊരാൾ വിളിച്ചാൽ അതിൽ ആത്മനിർവൃതി കൊള്ളുന്ന ഒരാളല്ല ഞാൻ. എന്ന് മാത്രമല്ല, എന്നെ അങ്ങനെ ആരും വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മനഃപൂർവ്വം SKN എന്ന് പേര് മാറ്റിയതെന്ന് കൂടി താങ്കൾ തിരിച്ചറിയുക. കുഴപ്പമില്ല, ഓരോ ബഹുജനം പലവിധം എന്നല്ലേ ആൾക്കാർ പറയുക.
ആമിന് ചോദിക്കുന്നു, അപകട വാർത്തയില്ലാത്ത ദിവസമുണ്ട്, എന്ത് ചെയ്യും ആമിന? നമ്മുടെ റോഡിൽ പൊലിയുന്ന ജീവിതങ്ങളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. അപകടങ്ങൾ കൂടുമ്പോഴും നമുക്കതിൽ വലിയ കാര്യമായ ശ്രദ്ധയൊന്നുമില്ല. അപകടങ്ങൾ കൂട്ടാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് മലയാളികൾ ഗവേഷണം നടത്തുന്നത് പോലെയുണ്ട് വാർത്തകൾ ശ്രദ്ധിച്ചാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.